അജിത് കുമാർ, കോൺഗ്രസിന് വേണ്ടാത്ത നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവ് അടക്കം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ഈ സമരത്തിനും ഈ അനാവശ്യ പിന്തുണയ്ക്ക് നടക്കുന്നത്? ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. CPM-ൻ്റെ ഒരു അനുഭാവിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ രാഷ്ട്രീയത്തിലൊന്നും കൂടുതൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നേ വരെ ഒരു വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിനാണ്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ ഇടതുപക്ഷം, ഇന്നത്തെ ഭരണപക്ഷം, ഞാനും കൂടി വോട്ടിട്ട് വിജയിപ്പിച്ച ഭരണപക്ഷം നേരത്തെ പറഞ്ഞതുപോലെ സ്വർണ്ണപ്പാളിയും മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടി ഒരു ഇരയാക്കിയതാണ് ഈ രാഹുൽ മാങ്കൂട്ടവും രാഹുൽ ഈശ്വറും. അതിൻ്റെ ഇരയാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഞാൻ ഈ പുരുഷന്മാർ എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമല്ല, വേറൊരു മതത്തിലുള്ളത് അങ്ങനെയല്ല. ഏതൊരു മതത്തിലുള്ളതായാലും രാഷ്ട്രീയ പാർട്ടിയിലുള്ളതായാലും ഏതൊരു ജാതിയിലുള്ളതായാലും ഏതൊരു വർണ്ണത്തിലുള്ള ആളായാലും ശരി, ഏതൊരു പുരുഷനാണോ പീഡനം അനുഭവിക്കുന്നത് അവൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവൻ്റെ പക്ഷത്ത് തന്നെ നിൽക്കും. ഇപ്പോൾ ഇടതുപക്ഷത്തിലെ എത്രയോ MLA-മാർ, നമ്മുടെ മുകേഷ് ഉൾപ്പെടെയുള്ള MLA-മാർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നില്ലേ? ഞാൻ അന്ന് അവർക്ക് അനുകൂലമായിട്ടല്ലേ സംസാരിച്ചത്. അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് ഞാൻ സംസാരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ്. നേരത്തെ ഷുക്കീർ വക്കീൽ പറഞ്ഞു, ഇവിടെ ആത്മഹത്യയെക്കുറിച്ചും മരിക്കുന്നവരെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. 73% എന്ന് പറഞ്ഞാൽ ഓരോ 4 മിനിറ്റിന് അകത്തും ഒരു പുരുഷൻ മരിക്കുകയാണ്. അതെന്തുകൊണ്ട്? പുരുഷൻ്റെ ജീവന് വിലയില്ല എന്നുള്ളതാണോ ഈ പറഞ്ഞു വരുന്നത്? കാരണം നിങ്ങൾക്ക് വേണ്ടി വന്നാൽ ഷുക്കൂർ വക്കീലിനോ അല്ലെങ്കിൽ താങ്കളുടെ ഫാമിലിയിൽപ്പെട്ട ഒരു ആണിനോ ഇനി നാളെ ഇതുപോലുള്ള ആരോപണങ്ങൾ വരില്ല എന്ന് പറയരുത്, അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഏത് സമയവും ഏതൊരു പുരുഷനും ഒരു പെൺകുട്ടിയുടെ ഒരു പരാതിയുടെ അകലെ മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് വെച്ച് അദ്ദേഹം ജയിലിലാവുകയാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു പെൺകുട്ടിയുടെ പരാതിയിൽ അന്വേഷണം പോലും ഇല്ലാതെ, നേരെ തിരിച്ചാണെങ്കിലോ പെൺകുട്ടികൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇന്ന് ഒരുപാട് കേസുകളിൽ പെൺകുട്ടികൾ പ്രതികളാണ്. എന്തുകൊണ്ട് അവർ പ്രതികളാകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളല്ലേ. അപ്പോൾ എന്തുകൊണ്ട് അവർ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരല്ലേ, എന്തുകൊണ്ടവർ പ്രതികളാകുന്നു? അവരെ ഇതുപോലെ സംരക്ഷിച്ച് വെള്ളപൂശുന്നതുകൊണ്ടാണ്. അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അത് സമൂഹത്തിൽ നിയമപ്രകാരം അവരെ ശിക്ഷിച്ചിരുന്നു എങ്കിൽ കൃത്യമായിട്ടും അവരൊന്നും ഇത്രത്തോളം മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് കള്ളത്തരങ്ങൾക്കും വേണ്ടി ശ്രമിക്കില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ പെൺകുട്ടികളെ, അവർ തെറ്റ് കണ്ടാൽ അവരെ അനുകൂലിക്കുകയല്ല ചെയ്യേണ്ടത്. തെറ്റ് കണ്ടാൽ ശിക്ഷിക്കുവാനും അല്ലെങ്കിൽ സംരക്ഷിക്കുവാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അപ്പോൾ അവിടെ നീതി നടപ്പിലാവും. എന്തുകൊണ്ട് പുരുഷന്മാർ അധികം തെറ്റ് ചെയ്യുന്നില്ല? ഇപ്പം എന്നെ തന്നെ എടുക്കാം. ഞാൻ എന്തുകൊണ്ട് വലിയൊരു തെറ്റിലേക്ക് പോകുന്നില്ല എന്ന് കേട്ടാൽ ഞാൻ ജയിലിലാവും, ജീവപര്യന്തം വരെ എനിക്ക് ശിക്ഷ കിട്ടും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. അതേസമയം നിയമത്തിൻ്റെ പരിരക്ഷ എനിക്ക് കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ തെറ്റുകളിലേക്ക് പോകും. അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ത്രീകളോട് ഉള്ള കടപ്പാട് പോലെ തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരോടും കടപ്പാട് വേണം. കാര്യം അവർക്കും അച്ഛനില്ലേ, സഹോദരനില്ലേ, മകനില്ലേ. അപ്പോൾ ഇവരുടെ പേരിൽ ഒരു വിഷയം ഉണ്ടായാൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? അത് ചിന്തിക്കണ്ടേ? അല്ല, ശ്രീ അജിത് കുമാർ, ഞാൻ ഈ കേസിന്റെ മെറിറ്റ് അല്ലാണ്ട് ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ. നമ്മൾ പലതരം ചർച്ചകൾക്ക് ഇരുന്നു. മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പാനലിസ്റ്റുകളെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ വളരെ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ചോദിക്കുകയാണ്, ഏതെങ്കിലും പ്രശസ്തരല്ലാത്ത, ലേബലില്ലാത്ത ഏതെങ്കിലും ഒരു പുരുഷന്റെയോ ഒരു ആൺകുട്ടിയുടെയോ ഏതെങ്കിലും പ്രശ്നവുമായിട്ട് മെൻസ് അസോസിയേഷൻ പുറത്ത് ഇറങ്ങുകയോ അവകാശം അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുകയോ ചെയ്ത് കണ്ടിട്ടില്ല. നിങ്ങൾ ഓരോ തവണയും എടുത്തത് മുഴുവൻ സെലിബ്രിറ്റികളുടെ വിഷയമാണ്. നിങ്ങൾ ആർക്കൊക്കെ പിന്തുണ കൊടുത്തോ അവർക്കൊക്കെ എതിരെ വളരെ എളുപ്പത്തിൽ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ ഉണ്ടായി. അതിപ്പോൾ ദിലീപ് ആയാലും മുകേഷ് ആയാലും ബോച്ച ആയാലും ഇപ്പോൾ ഇതാ രാഹുൽ ഈശ്വറിന്റെ വിഷയം വരെ. അപ്പോൾ ഈ കുറച്ച് ലൈറ്റായിട്ട് ചോദിക്കണം, ഈ ചിന്താമണി കൊലക്കേസിനകത്തൊക്കെ പ്രതിക്ക് വക്കാലത്തെടുത്ത് പ്രതിയെ കൂട്ടിലാക്കുന്ന അഭിഭാഷകൻ പോലെ മെൻസ് അസോസിയേഷൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇവർക്കൊക്കെ പിന്തുണ കൊടുത്ത് പാരവെച്ച് അങ്ങനെയാണോ? ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഏകദേശം 50,000 രൂപയ്ക്ക് മുകളിൽ പോയൊരു കേസാണ് ശ്രീനാഥ്, മലപ്പുറത്ത് ശ്രീനാഥ് എന്ന് പറയുന്ന 18 വയസ്സ് തികഞ്ഞിട്ടേ ഉള്ളൂ, 18 വയസ്സ് തികഞ്ഞ ഒരു യുവാവിനെ കൂടെ പഠിച്ച 1 വയസ്സ് മാത്രം എളുപ്പം, 1 വയസ്സ് എളുപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തപ്പോൾ ശ്രീനാഥ് റിമാൻഡിലാവുകയാണ്. 18 വയസ്സ് മാത്രം തികഞ്ഞ ശ്രീനാഥ് റിമാൻഡിലാകുന്നു. ആ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പുള്ളിക്കാരി പ്രഗ്നൻ്റാണ്, കൊച്ചുകുട്ടിയാണ്, പ്രഗ്നൻ്റാണ്, ഈ കുട്ടി ശ്രീനാഥിൻ്റെ ആണെന്ന്. അപ്പോൾ ആ കേസിൽ
ജഡ്ജിയുടെ മുൻപിൽ അവൻ പറയുകയാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടില്ല, എൻ്റെ കുഞ്ഞല്ല എന്നവൻ ശക്തമായിട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ DNA ടെസ്റ്റിൽ ആ കുഞ്ഞ് ഇവൻ്റെ അല്ല എന്ന് മനസ്സിലാക്കുകയാണ്. ആ കേസിൽ ഞാൻ ഇടപെട്ടിട്ട് ഇടപെട്ടു എന്ന് മാത്രമല്ല, അവൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് മലപ്പുറത്തുനിന്ന് അവരൊരു സാധാരണക്കാരാണ്, അവരുടെ ഫുൾ ചെലവ് വഹിച്ച് സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരമിരുത്തി. എന്തുകൊണ്ട് ഇതുപോലുള്ള സെലിബ്രിറ്റികളുടെ കാര്യത്തിൽ ഇടപെടുമ്പോലുള്ള മാധ്യമ ശ്രദ്ധ അതിൽ കിട്ടിയില്ല? ഒരു മാധ്യമം വന്നു, 1-2 റിപ്പോർട്ടർ എടുത്തു എന്നുള്ളതല്ലാതെ ആ പയ്യന് നീതി ലഭിച്ചുവെങ്കിൽ തന്നെ പിന്നീട് ഞാനത് അറിഞ്ഞിട്ടില്ല. കാര്യം ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് മനസ്സ് മരവിച്ചു പോയി, അതാണ് സത്യം. അപ്പോൾ അത്രത്തോളം കാശ് ചിലവാക്കി, എൻ്റെ കാശ ഒരാളുടെ നിന്ന് വാങ്ങിയിട്ടല്ല, എൻ്റെ കാശ് ചിലവാക്കി ഞാൻ കൊണ്ടുവന്ന് ചെയ്തതാണ്. കോൺഗ്രസ് പിന്തുണ കൊടുക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിങ്ങൾ വാദിക്കുന്നത് എന്ത് ബേസിലാണ്? എന്ത് ബേസിലാണെന്ന് ചോദിച്ചാൽ, രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ യുവതിയും തെറ്റുകാരിയാണ്. കാരണം ഭർത്താവ് നിലനിൽക്കെ ഒരു അന്യപുരുഷനുമായിട്ട് MLA നേരത്തെ ഏതോ ഒരു വ്യക്തി പറഞ്ഞു സങ്കടം പറയുവാൻ, അവരുടെ പ്രശ്നങ്ങൾ പറയുവാൻ വേണ്ടി പോയി എന്ന്. പ്രശ്നങ്ങൾ പറയുവാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായാൽ അപ്പം തന്നെ പ്രതികരിക്കണമായിരുന്നു. അല്ലാതെ അതിൽ ഒരു ഗർഭം ധരിക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. അതൊരിക്കലും നമുക്ക് ന്യായപക്ഷമായിട്ട് എടുക്കാൻ പറ്റില്ല. വലിയ തരത്തിൽ സൈബർ ആക്രമണം ഒരു വശം നടന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോലും ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഇരയാണെന്ന് പറയുന്നില്ല, അതിജീവിതയ്ക്കൊപ്പം നിൽക്കണമെന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഇത് നിൽക്കുമ്പോൾ ഇതിന് കൃത്യമായിട്ട് ഇത് ഒരു ലോബി നിന്നുകൊണ്ട് സൈബർ ആക്രമണം നടത്തുക, അതിന് കൃത്യമായി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുക, അത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുകയാണ്. മെൻസ് അസോസിയേഷൻ അതിന് വെറും ചട്ടുകമായി മാത്രമാണ് നടക്കുന്നത് എന്നുള്ളൊരു ആരോപണം മുൻപ് തന്നെ ഉണ്ട്. അതൊക്കെ പ്രൂവ് ആക്കുകയല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ അതിജീവിത എന്ന് പറയുന്നത് മറ്റുള്ള അതിജീവിതമാരുണ്ട്, അവർക്ക് തന്നെ നാണക്കേടല്ലേ ഇതൊക്കെ അതിജീവിത എന്ന് പറഞ്ഞാൽ? അങ്ങനെ ഒരു ഇത് കൊടുക്കുമ്പോൾ ഈ മാന്യമായിട്ട് നടക്കുന്ന സ്ത്രീകൾ അവർക്കിത് നീതി കിട്ടുമോ? അവർക്ക് എന്തെങ്കിലും ഒരു കേസിൽ അവർ യഥാർത്ഥത്തിൽ ഇരയായിരിക്കും, അവർക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ കോടതിയിൽ പോയാൽ പോലും അവർക്ക് നീതി കിട്ടില്ല. അങ്ങനെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ട്, സ്ത്രീകൾ എന്നെ വിളിച്ച് പിന്തുണ തരുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ എന്നോട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റുകാരായിട്ട് കാണണം. ഇത് അതിജീവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു പീഡനം അനുഭവിച്ച ഒരു കുട്ടി, ഒരു സ്ത്രീയെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? അപ്പം ഒരിക്കലും ഇവരൊന്നും അതിജീവിതമാരല്ല, അപ്പം അറിവില്ലാത്ത ഒരാളല്ല. എല്ലാ അറിവുകളും വിദ്യാഭ്യാസവും വിവരവും എന്താ പറയുക ഒരു മാധ്യമ പ്രവർത്തകയല്ലേ? മാധ്യമ പ്രവർത്തക എന്ന് പറയുമ്പോഴേ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയല്ലേ? അങ്ങനെയുള്ള ഒരു സ്ത്രീ ഇതുപോലെ വെറും തരം താഴ്ന്ന രീതിയിൽ വന്ന് പറയുന്നത്, ഇങ്ങനെ എന്താ പറയുക എപ്പിസോഡ് പോലെ ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുക, അത് വെച്ചിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ ഒരു വശത്ത് നിൽക്കുക, മാധ്യമങ്ങൾ അത് വെച്ച് അലക്കുക, ഇങ്ങനെയുള്ള കേസ് ഇത് ആ സ്ത്രീക്ക് തന്നെ നാണക്കേടല്ലേ? ഇത് മനസ്സിലാക്കണ്ടേ? ഈ രീതിയിലുള്ള സൈബർ ആക്രമണവും നടത്തുമ്പോഴും ഇത്തരം നിലപാടെടുക്കുമ്പോഴും മെൻസ് അസോസിയേഷന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടാവുന്നുണ്ടോ? എനിക്കോ എൻ്റെ സംഘടനയ്ക്കോ എന്താ പറയുക, ഞാനിപ്പോൾ പറയാം, ഞാൻ പുറത്ത് പറയാത്തൊരു കാര്യമാണ്. ഒരു സർജറി എനിക്കിപ്പോൾ നടത്താൻ വേണ്ടിയിട്ട്, ഒരു ആക്സിഡന്റ് നടന്നു, സർജറി നടത്താൻ വേണ്ടിയിട്ട് കാശില്ലാതെ ഞാൻ 7 മാസം കൊണ്ട് നടക്കുന്ന ആളാണ്, മനസ്സിലായില്ല? അപ്പോൾ ഒരാളിൽ നിന്ന് നമ്മളങ്ങനെ ഒരു രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ. എന്നാൽ സംഘടനയിലുള്ള ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങളുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആവശ്യങ്ങൾക്കും സമരങ്ങൾ നടത്താനും ഞങ്ങൾ എടുക്കുന്നതാണ്. ഒരമ്മ പെറ്റ പോലെ ഒരേപോലെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. അതിനകത്ത് മെൻസ് അസോസിയേഷൻ പങ്കാളിയാണ്, നിങ്ങളുടെ വീഡിയോകളുണ്ട്, നിങ്ങളുടെ വക്താക്കളുണ്ട്, എന്നിട്ട് ഇതിനകത്ത് യാതൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണോ? എന്നാലൊന്ന് തെളിയിച്ചു തരാമോ? ഏതെങ്കിലും ഒരു നേതാവുമായിട്ട് ഞാൻ സംസാരിക്കുകയോ അവരിൽ നിന്ന് 1 രൂപ ഇന്നേ വരെ, ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസ് ഒരുപാട് കേസുകൾ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ എത്രയോ ലക്ഷം വാങ്ങിച്ചു എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ഈ വക പേരും പറഞ്ഞ് സംഘടനയ്ക്ക് വേണ്ടിയിട്ട് 1 രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് തെളിയിച്ചു തരാമോ? ഇവിടെ നമ്മുടെ സംഘടനയിൽ നിന്നൊക്കെ ഞാൻ പുറത്താക്കിയവർ ചിലപ്പോൾ പലതും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും. ഇവരോടൊക്കെ ഞാൻ വെല്ലുവിളിച്ച് പറയുകയാണ്, 1 രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ മറ്റു കാര്യങ്ങളോ ഞാൻ പറയുകയാണ്. രൂപ വാങ്ങിച്ചു എന്നുള്ള ആരോപണം ശക്തമായിട്ടുണ്ട്, സംഘടനയിൽ മുമ്പുണ്ടായിരുന്നവരും പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പറയട്ടെ, ഞാൻ തെളിവ് കാണിച്ചു തരട്ടെ. എന്തെങ്കിലും രീതി, ഇപ്പോൾ വേറൊരു ചാനലിൽ ഒരു ഷോയ്ക്ക് എന്നെ വിളിച്ചിരുത്തിയിട്ട് അവർ ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് കാണിച്ചു, അവർ 40,000 രൂപ എൻ്റെ അക്കൗണ്ടിലാണ് വന്നിട്ട്. കാര്യം സംഘടനയ്ക്ക് അക്കൗണ്ട് വരുന്നതിന് മുൻപേ 40,000 രൂപ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. സത്യം പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പേ നടന്നത്, എനിക്ക് പെട്ടെന്ന് ഓർമ്മയും വന്നില്ല. പക്ഷേ അത് ഒരു യുവാവ് പ്രവാസിയായിരുന്നു, കുട്ടികളെ കാണുവാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം ഇവിടെ ശാസ്താംകോട്ട ഭാര്യ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അവിടെ ഗുണ്ടായിസുണ്ട്, അദ്ദേഹത്തിന് അവിടെ തല്ല് കിട്ടിയതാണ്. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം വാഹനമെടുത്ത് ഞങ്ങൾ കുറച്ച് പേര് ടീമായിട്ട്
പോയതിൻ്റെ ചിലവാണ് 40,000 രൂപ അദ്ദേഹം അയച്ചു തന്നത്. അതും ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം നിർബന്ധപൂർവ്വം അയച്ചു തന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളുടെ കാര്യം എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിൽ ഞാൻ ഇടപെടണമെങ്കിൽ അതിൽ ചെലവ് നിങ്ങൾ വഹിക്കണം. ശരി, ഞാൻ അത് ഏകദേശം ചിത്രം ക്ലിയർ ആണ്. ഞാൻ മറ്റു ചോദ്യം